വാട്സപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ്, അത് ഈ വിഷയം നടന്നിട്ടിപ്പോൾ കുറച്ചായി. ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ വളരെയധികം താമസിച്ചുപോയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഈ വിഷയത്തിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. ഇനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് ചാനലിലൂടെ എല്ലാം വിഷയം അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ ഒന്നും പറയാം. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഷഹബാസ്. ട്യൂഷൻ സെൻറ്ററിലെ ഫെയർവെൽ പാർട്ടിയിൽ നടന്ന തർക്കം, പിന്നീട് ഉണ്ടായ തർക്കവും സംഘർഷവും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതൊരു വലിയ ഗ്യാങ് ഫൈറ്റായിട്ടൊക്കെ മാറി. ആ കൂട്ടത്തിൽ നെഞ്ചക്ക് കൊണ്ട് തലയ്ക്കടി കിട്ടി ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്ഷതങ്ങൾ കാര്യങ്ങളൊക്കെ കാരണം മരണപ്പെട്ട ഒരു കുട്ടിയാണ് ഷഹബാസ്. 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടതാണ്. ഞാൻ എന്തായാലും ന്യൂസ് ക്ലിപ്പുകളൊന്നും ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. അറിഞ്ഞ രീതിയിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാം. സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്, ഈ ട്യൂഷൻ സെൻറ്ററിൽ ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ ഇടയ്ക്ക് പാട്ട് നിന്ന് പോവുകയും മറ്റ് സ്കൂളിലെ കുട്ടികൾ കൂവുകയും ഇവർ തമ്മിൽ വാക്കേറ്റവും അടി ഒക്കെ ആയി. ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് തന്നെ അടിയായി. ആൻഡ് ഓൾസോ ഇതിൻ്റെ നമ്മുടെ സീക്രട്ടേജൻ്റെ ചാനൽ ഞാൻ കണ്ടാണ്. ഈ ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കുട്ടി പുള്ളിയുടെ സുഹൃത്തിന് അയച്ച മെസ്സേജുകളിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു പെൺവിഷയം, ഗേളുമായിട്ട് എന്തോ ഉള്ള ഒരു ഇഷ്യൂവും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിരുന്നു. അപ്പോൾ അതെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിൽ ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് അടിയായി. അപ്പോൾ പരിപാടി അവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തി. സാറുമാരെല്ലാം ഇവരെല്ലാം വീട്ടിൽ കൊണ്ട് വിട്ടു. പിന്നീട് കണ്ട ട്യൂഷൻ സെൻറ്ററിലെ സാറിൻ്റെ ഒരു ഫോൺ കോൾ സംഭാഷണം ഞാൻ കേട്ടിരുന്നു. ഈ ന്യൂസ് ചാനലിലേക്കുള്ള വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അവർ തന്നെ കാറിൽ കൊണ്ടുപോയി വീടുകളിലൊക്കെ ആക്കി വിട്ടു. പ്രശ്നമെല്ലാം അപ്പോൾ പ്രശ്നമെല്ലാം സോൾവ് ചെയ്തു. അടിയെല്ലാം നിർത്തി എല്ലാവരെയും പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഷഹബാസ് ഈ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടിയല്ല. ഈ ട്യൂഷൻ സെൻറ്ററിൽ ഈ പരിപാടിയായിട്ടോ ഈ അടിപിടിയായിട്ടോ ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ നടന്ന അടിപിടി കാര്യങ്ങളായിട്ടൊന്നും യാതൊരുവിധ ബന്ധമില്ലാത്തൊരു കുട്ടിയാണ്. പിന്നീട് ഇവർ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വൻ സീനാണ്. മൊത്തത്തിൽ സംഭവങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല. വീണ്ടും വാക്കേറ്റങ്ങൾ, ഓൺലൈനിലൂടെയുള്ള വാക്കേറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഇവർ വീണ്ടും പ്രശ്നം തള്ളി തന്നെ തീർക്കുക എന്ന രീതിയിൽ ഒരു താമരശ്ശേരിയിലുള്ള ഏതൊരു മോളുടെ അവിടെ വെച്ച് തല്ലി തന്നെ ഈ പ്രശ്നം തീർക്കാം എന്ന രീതിയിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയാണ്. അപ്പോൾ ആൾബലത്തിന് വേണ്ടിയാണ് ഷഹബാസിൻ്റെ ഒരു ക്ലാസ്മേറ്റാണ് ഷഹബാസിനെ വിളിച്ചുകൊണ്ട് പോയത്. അല്ലാതെ ഷഹബാസിന് ഈ ആദ്യം നടന്ന ഇൻസിഡൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. പിന്നീട് അവിടെ വെച്ചുണ്ടായ സംഘർഷത്തിൽ നെഞ്ചക്ക് വെച്ച് അടി കിട്ടുകയാണ് ചെയ്തത്. ഇത് ഒരു വട്ടമൊന്നുമല്ല അടി ഉണ്ടായത്. അവിടെ വെച്ച് പല മാളിൻ്റെ പരിസരത്തും കാര്യങ്ങളിലൊക്കെ ആയിട്ട് 2-3-4 തവണ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികൾ മാത്രമല്ല, അതായത് ഇപ്പോൾ ഇവർ 10 പഠിക്കുന്ന കുട്ടികളല്ലേ, ഇവർ മാത്രമല്ല ഇതിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അതിന് പിന്നെ പുറത്തുനിന്ന് ആളുകളെ കൂട്ടിയൊക്കെ അടി സംഘബലത്തിന് വേണ്ടി ഇപ്പോൾ അടി ഉണ്ടായാലും അങ്ങനെയാണല്ലോ, നമുക്ക് നാട്ടിലുള്ള കുറച്ച് മൂത്ത ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി കുറച്ച് ബലം കാണിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുമല്ലോ, അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നതാവാം. അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളുണ്ടായിരുന്നു. കൂടുതൽ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല പുറത്തുനിന്നുള്ളവരും എല്ലാവരും ഈ അടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ ചാറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ അടി നടന്നതിൻ്റെ ഇടയ്ക്കാണ് ഷഹബാസിനെ ഈ നെഞ്ചക്ക് ഉപയോഗിച്ച് അടി കിട്ടിയത്. പുറത്തുനിന്ന് യാതൊരു ക്ഷതങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് വീട്ടിലെത്തിയ ശേഷം ഒട്ടും വയ്യ എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോഴാണ് പിന്നീട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഇൻറ്റേർണൽ ഇഞ്ചുറികൾ കാരണം മരണം സംഭവിക്കുകയും ചെയ്തത്. ഭയങ്കര വിഷമമുണ്ടാക്കുന്നൊരു ഇൻസിഡൻ്റാണ്. കാരണം ഇവനാണ് മൂത്ത കുട്ടി. രണ്ട് ഇളയ കുട്ടികളുണ്ടെന്നു. അവർ ചെറിയ പയ്യന്മാരാണ്. ഇവനിൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. വീട്ടുകാർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാകും. ഇവനിൽ നല്ല രീതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്ന് ഇത്രയും അവനൊരു നിലയിലെത്താറായ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു കുടുംബം നോക്കാവുന്ന നിലയിൽ വളർന്നെത്താറായ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വീട്ടുകാരുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ന്യൂസിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവരുടെ ഷഹബാസും തല്ലിയ അവനും ആ കുട്ടികൾ രണ്ടും കൂടെ ചെറുപ്പത്തിൽ ഒരുമിച്ചിരുന്നുള്ള ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ഷഹബാസിൻ്റെ അച്ഛൻ ന്യൂസിൽ പറയുന്നത് കേട്ടിരുന്നു. പണ്ട് ഇവൻ്റെ വീട്ടിൽ വന്ന് കാപ്പി പിടിച്ച് പോയിട്ടുള്ള അങ്ങനെ അത്രയ്ക്ക് അറിയാവുന്ന കുട്ടിയാണ് ഇത് ചെയ്തത് എന്നൊക്കെ അതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ആ ഒരു വിഷമത്തിൻ്റെ ആക്കം വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവരുടെ വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ടതാണ്. എനിക്ക് മനസ്സിലായി ഇവർ എന്ത് കൊല്ലാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ തന്നെയാണ് ഇവന്മാർ അടി ഉണ്ടാക്കാനൊക്കെ വന്നതാണ്. നമ്മളിപ്പോൾ എല്ലായിടത്തും സ്കൂളുകളിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് പണ്ട് നമ്മൾ പഠിക്കുമ്പോഴും അടികളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ അടി കൊടുക്കണം എന്നൊക്കെ ആ ഒരു ദേഷ്യമൊക്കെ കാണും. പക്ഷേ ഒരാളെ കൊല്ലണം എന്നുള്ള മെൻറ്റാലിറ്റിയോട് അടി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാകുമെന്ന് എനിക്ക് നമ്മളാരും ഒന്നും അടി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാവില്ല. ഇത് ഇവന്മാരുടെ ഗ്രൂപ്പ് ചാറ്റിലെ ഓഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവന്മാർ പറയുന്നത് എന്തൊക്കെയാണ്, ഈ കൂട്ടത്തിൽ
കൂട്ടത്തല്ലുണ്ടായി കഴിഞ്ഞാൽ പോലീസ് ഒന്നും ചെയ്യൂല, ആരും അറിയൂല, ഇപ്പോൾ കൊന്നാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്ര കോൺഫിഡൻസോടാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ മരിച്ചാലും, കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതപ്പോൾ ഇവന്മാരുടെയൊക്കെ മെൻറ്റാലിറ്റി എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളെ കൊല്ലണമെന്ന് മുൻകൂട്ടി ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ കൊന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കാൻ പോകുമ്പോൾ അത് ക്രിമിനൽ മെൻറ്റാലിറ്റി വളരെയധികം അവൻ്റെ മൈൻഡിലുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഈ നെഞ്ചൊക്കെ ഉപയോഗിച്ചെന്നുള്ളത്, ഇപ്പോൾ ഈ കയ്യൊക്കെ വെച്ച് അടിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാരകമായിട്ടുള്ളൊരു ആയുധമാണ്. അതും വെച്ച് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾ അതും വെച്ച് അടി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കിട്ടുന്ന കേൾക്കും. ഇപ്പോൾ ഇവിടെ തന്നെ പുറമെ ഇഞ്ചുറീസ് കാര്യങ്ങളൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. വളരെ ലേറ്റായിട്ടാണ് അറിഞ്ഞത് ഇത്ര സീനാണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മാരകമായിട്ടുള്ളൊരു ആയുധമാണ് ഇത്. പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒഫൻസായിട്ടുള്ള കാര്യമാണ് ഇത് കൊണ്ടു നടക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബാബു ആൻ്റണി പോലുള്ള ആളുകളൊക്കെ ചാനൽ പരിപാടികളിലൊക്കെ വന്ന് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെയുള്ള ലോ അത്ര സ്ട്രിക്റ്റ് അല്ലെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത്. പിന്നീട് വിദ്യാർത്ഥി അയച്ച ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവൻ വീട്ടിൽ വന്ന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഒരു റിലേറ്റീവ് ഇവൻ എന്തോ ലഹരി അടിച്ചിട്ട് വന്ന് കിടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് ധരിക്കുന്നതാണ് പറയുന്നത്. മറ്റേ ആ പയ്യൻ്റെ ചാറ്റിൽ നിന്ന് കണ്ടത്. എന്ത് റിലേറ്റീവ് ചെയ്യുകയാണ് ഇവൻ? ഒരു കുട്ടിക്ക് അവന് വയ്യ, അവനത്ര വയ്യ തളർന്ന് കന്ന് കിടക്കുമ്പോൾ ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്നാണോ എന്നുള്ള കൺക്ലൂഷനിലേക്കാണോ എത്തേണ്ടത്? അപ്പോൾ എൻ്റെ ചാറ്റിൽ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞെന്ന് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു, ലൈക്ക് നന്നായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞതായിട്ട് അവൻ പറയുന്നുണ്ട്. ഒന്നാമത് ഇവൻ അടിയുണ്ടായി കഴിഞ്ഞിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് റെസ്റ്റൊക്കെ എടുത്ത് അവിടുന്ന് ഒന്ന് ബെറ്ററായി കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്കൊക്കെ വന്നത്. വീട്ടിൽ പറഞ്ഞിട്ടില്ല അടിയുണ്ടായിന്നൊക്കെ. അപ്പോൾ അതിൻ്റെയും കൂടെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ ഡിലേ ആക്കി എന്നൊക്കെ അവൻ്റെ ചാറ്റിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ഇവനിഫ് അങ്ങനെയാണ്, ഇവൻ അത്ര വയ്യ എന്ന് കാണുന്നുണ്ട്, ഇവനെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകണ്ടേ. അത് ചെയ്യാതെ ഇങ്ങനെ ഇവൻ അത് ഉപയോഗിച്ചു ഇത് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ശരിയാണോ? ഇങ്ങനൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ അവനോട് തന്നെ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ അടി നടന്ന കാര്യവും അല്ലെങ്കിൽ അവന് ഇങ്ങനൊരു സംഭവം നടന്ന കാര്യമായിട്ട് അവൻ പറഞ്ഞത് കുറച്ചുകൂടെ നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ ആശുപത്രിയിൽ എത്തിച്ച് മേ ബി രക്ഷപ്പെട്ടേനെ. എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ഷഹബാസിനെ രക്ഷിക്കാൻ പറ്റിയില്ല. പ്രതികളെന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് സുരക്ഷയിലാണ് പരീക്ഷ. പോലീസ് സുരക്ഷയിൽ അവന്മാർ ഇരിക്കുന്നിടത്തോട്ട് പരീക്ഷ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അവന്മാർ പരീക്ഷ എഴുതിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ നിയമങ്ങളല്ലേ ഇവിടെ, ഒന്നും പറയാനില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ, ഇപ്പോൾ ന്യൂസുകളിലും അവിടെ ഇവിടെ എല്ലാം പോസ്റ്റുകൾ കാണുന്ന പോലെ തന്നെ എക്സാമിനിടയ്ക്ക് കോപ്പി അടിച്ചാൽ 3 വർഷത്തേക്ക് പിന്നെ പരീക്ഷ എഴുതാൻ പറ്റില്ല, ഡീബാർ ചെയ്യും. 3 വർഷമാണെന്ന് തോന്നുന്നു, 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യും. പക്ഷേ ഒരുത്തന്നെ തല്ലിക്കൊന്നും ദാരുണമായിട്ട് ഒരാളെ തല്ലിക്കൊന്ന കുറ്റവാളികൾ അവർക്ക് പോലീസ് സംരക്ഷണയിൽ അവരിയ്ക്കുന്നിടത്തോട്ട് അത്ര ലക്ഷറിയിൽ സ്കൂളിലോട്ട് പോലും വരേണ്ട, അവന്മാർ ഇരിക്കുന്നിടത്തോട്ട് പരീക്ഷ പേപ്പർ കൊണ്ടുപോയി കൊടുത്ത് അവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിയമം അങ്ങനെ ആയിപ്പോയി. എത്ര കുറ്റം ചെയ്ത ആളാണെങ്കിലും അവരൊക്കെ വിദ്യാഭ്യാസം ലഭിക്കുന്നതിൽ തടയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആണ് നിയമങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ കൊലപാതകം ചെയ്താലും ഒന്നും പറയാനില്ല, അവന്മാരെ കൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതിപ്പിക്കും. പിന്നെ പോലീസുകാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിയമം അങ്ങനെയാണ്. കുറേ പ്രതിഷേധക്കാർ പോലീസുകാരെയൊക്കെ തെറി വിളിക്കുന്നതൊക്കെ കേട്ടു. അവരെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഓൾറെഡി ഇന്ത്യയിലെ നിയമങ്ങൾ അങ്ങനെയാണ്, അവർക്ക് നിയമം പറയുന്ന രീതിയിൽ പണിയെടുത്തേ പറ്റൂ. സോ അതുകൊണ്ട് അവരവരുടെ ജോലി ചെയ്യുന്നു. പോലീസുകാരെ ഒന്നും തെറി വിളിച്ചിട്ട് കാര്യമില്ല. നിയമങ്ങൾ മാറണം. ഇപ്പോൾ കത്തി സിനിമയിലൊരു ഡയലോഗില്ലേ, വിജയ് ഒരു ഓഫീസറോട് പോയി പറയുന്നത്, ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 17 വയസ്സ് പയ്യനെ കൊണ്ട് കുത്തിക്കൊല്ലിക്കും, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, 3 വർഷം കഴിഞ്ഞ് അവന് പുറത്തിറങ്ങാം. ഡയലോഗാണെങ്കിൽ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. ഇപ്പോൾ എത്ര ക്രൂരമായിട്ടുള്ള കൊല നടത്തിയെന്ന് പറഞ്ഞാലും ഈ ചെറിയ പയ്യന്മാരാണ് എന്നുള്ള പരിഗണനയിൽ വരെ പുറത്ത് വിടും. അപ്പോൾ ആ നിയമങ്ങളൊക്കെ മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവന്മാരുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കേട്ടാണല്ലോ. ഇപ്പോൾ അറിയാതെ കൊല്ലുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിൽ കൊല്ലുക, അളവുകൾ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷേ ഇവന്മാരുടെ ചാറ്റുകളൊക്കെ നമ്മൾ കണ്ടാണ്. ഇവന്മാരുടെ ചാറ്റുകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ നിയമങ്ങളൊക്കെ. ഇവന്മാർ ഒരുത്തനെ കൊന്നാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ള ഇവന്മാരുടെ ചാറ്റുകൾ. പിന്നെ ഷഹബാസിനെ കൊല്ലും എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. കൊല്ലും എന്ന രീതിയിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ചാറ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവന്മാർ അറിയാതെ സംഭവിച്ചോ അല്ലെങ്കിൽ വേറെ വഴിയില്ല ചെയ്ത് അങ്ങനത്തെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവന്മാർ കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. കൊല്ലുമെന്ന വെല്ലുവിളികളും കൊല്ലും എന്ന് തന്നെ എടുത്തു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിയമം ഇവന്മാരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ നല്ല ബോധത്തോടെ തന്നെ ഈ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന ചാറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്ര ബോധത്തോടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഇവന്മാരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെയൊക്കെ അണ്ടറിലുള്ള പരീക്ഷയിലൊന്നും കൊടുത്ത് ഇങ്ങനെ എക്സാം ഒന്നും എഴുതിക്കാൻ പാടില്ലായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം.
അത് നിയമങ്ങളിൽ മാറ്റം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ കൊല്ലുക എന്നുള്ള രീതിയിലേക്കൊക്കെ സംസാരിച്ചൊക്കെ പോകുന്ന ഇവന്മാരെ പ്രായപൂർത്തിയാവാത്ത ഇതിൻ്റെ പരിഗണന കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. മറ്റ് ഉള്ളവർക്ക് ഇത് മാതൃക ആക്കപ്പെടണം. ഇവിടുത്തെ നിയമങ്ങളും ശിക്ഷാ രീതികളൊക്കെ ഇത്രയധികം ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ഈ ആളുകൾക്കൊരു പേടിയില്ല. ആളുകൾക്കൊന്നും പേടിയില്ല. എത്ര കുറ്റകൃത്യം ചെയ്തെന്ന് പറഞ്ഞാലും ആളുകൾക്ക് അറിയാം ഇത്രയേ ഉള്ളൂ, ഇറങ്ങി വരാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസാണ്. ആ കോൺഫിഡൻസ് തന്നെയാണ് ഇവന്മാരുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആളുകളുടെ ആ ഒരു കോൺഫിഡൻസിൽ വിള്ളൽ വീഴണം. ആ ഒരു രീതിയിലുള്ള നിയമങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇപ്പോൾ ഇവന്മാർ പരീക്ഷ എഴുതുന്നതിനെ പറ്റി ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. നിയമങ്ങൾ മാറി വരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാം. അത് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റൂ. ആൻഡ് ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. പെരുമ്പാവൂരിലും ഇതേ അവസ്ഥ. കൊച്ചു പിള്ളേരാണ് നെഞ്ചൊക്കെ ഉപയോഗിച്ച് ഒരുത്തന്നെ തല്ലി കൂട്ടുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. അവന്മാർ ഇതിനകത്ത് നെഞ്ചൊക്കെ ഉപയോഗിച്ച് നല്ല അടി കൊടുക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇവന്മാർക്ക് ഈ ഇത്രയധികം വിഷയങ്ങൾ നടന്നു നെഞ്ചൊക്കെ ഉപയോഗിച്ച് ഒരുത്തനെ കൊന്നു എന്നൊക്കെ ന്യൂസുകൾ വന്ന അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ, അതും കൊച്ചു പിള്ളേർ, ഇവന്മാർ എന്ത് ധൈര്യത്തിലാണ് വീണ്ടും നെഞ്ചൊക്കെ എടുത്തുകൊണ്ട് ഒരുത്തനായിട്ട് തല്ലിക്കൂട്ടുന്നത്. ഇവനും അതുപോലെ എന്തെങ്കിലും ഇൻറ്റേർണലായിട്ടുള്ള ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ പറ്റി മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അത് ഇവന്മാർ ഗുണ്ടകളാവാൻ വേണ്ടി തന്നെ എൻ്റെ ജീവിത ലക്ഷ്യം ഒരു പേരുകെട്ട ഗുണ്ടയാവുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെ ഇറങ്ങി തിരിച്ചവന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര നെഞ്ചൊക്കെ ഉപയോഗിച്ച് ഒരുത്തനെ കൊന്നു എന്നുള്ള ഇത്ര സീരിയസായിട്ടുള്ള വാർത്തകളൊക്കെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഇവന്മാർക്ക് ഈ അതേ സാധനം കൊണ്ട് തന്നെ ഒരുത്തനെ തല്ലിക്കൂട്ടാൻ തോന്നുന്നത്? അവനെ പയ്യനെ ഓടിച്ചിട്ട് തല്ലുന്ന വീഡിയോസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ന്യൂസ് നോക്കിയാലും കാണാൻ പറ്റും. പെരുമ്പാവൂരിലാണ് സംഭവം നടന്നത്. അപ്പോൾ മാതൃകാപരമായിട്ട് ഇവന്മാരെ ശിക്ഷിക്കണം. ഇനിയിപ്പം എന്ത് തല്ലുണ്ടാക്കാൻ ഇപ്പോൾ പിള്ളേർ എന്ത് തല്ലുണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനെ കൊല്ലുമെന്നൊക്കെ വെല്ലുവിളി നടത്തി മുന്നോട്ട് വരാൻ തുനിയുന്നുണ്ടേ ഇവന്മാർക്കൊക്കെ ഇവന്മാരൊന്നുകൂടെ ചിന്തിക്കണം. ഇങ്ങനെ തല്ലുണ്ടാക്കാൻ പോകണം, ഇതെൻ്റെ ഭാവിയെ ഈ രീതിയിൽ ബാധിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം കിട്ടത്തക്ക വണ്ണം ഇവന്മാരെ ഒരു മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അഡൾട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അവന്മാർ പരീക്ഷയ്ക്ക് എഴുതട്ടെ. എനിക്ക് തോന്നുന്നില്ല ഇവന്മാർക്ക് മനസ്സമാനത്തോടെ ഫുള്ള് കോൺസെൻട്രേഷനൊന്നും ഇരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന്. എന്തെങ്കിലും തന്നെ ഒരാളെ കൊന്ന ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളല്ലേ. അപ്പോൾ ഇത്രയും പ്രഷറിലൊക്കെ വന്ന് ഇവന്മാർ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുമല്ലോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇത്ര പ്രഷറിലിരുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇവന്മാർ ഇപ്പം പരീക്ഷ എഴുതി നന്നായി. പിന്നീട് അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ ഇവന്മാർക്ക് കുറേ കൂടെ ശാന്തമായിട്ട് ഇരുന്ന് പരീക്ഷയ്ക്ക് എഴുതി ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ പാസ്സായിപ്പോയതിനെ. ഇപ്പോൾ ഇത്ര പ്രഷറിലൊക്കെ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിലൊന്നും പാസ്സാവുമെന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു തരത്തിൽ നന്നായി എന്ന് തോന്നുന്നു. അതൊക്കെയാണ് കാര്യത്തിൽ എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.